ഹലോ ഫ്രണ്ട്സ്, LP-UP എക്സാം കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിലയിരുത്തൽ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വിലയിരുത്തൽ 3 തരത്തിലുള്ള വിലയിരുത്തലാണ് പ്രധാനമായും ഉള്ളത്. 1. പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. 2. വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. 3. പഠനത്തെ വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. പഠനത്തെ വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ആദ്യം നമുക്ക് പഠനത്തിനായുള്ള വിലയിരുത്തൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ് മുറിയിൽ പഠനം നടക്കുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിക്കായി വിലയിരുത്തൽ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അധ്യാപകരുടെ ഇടപെടൽ കുട്ടിയുടെ പഠനത്തെ കാര്യക്ഷമമായി മുന്നോട്ട് നയിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന വിലയിരുത്തലാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. ക്ലാസ് മുറിയിൽ പഠനം നടക്കുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിക്കായി വിലയിരുത്തൽ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അധ്യാപകരുടെ ഇടപെടൽ കുട്ടിയുടെ പഠനത്തെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് നയിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന വിലയിരുത്തലാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. വിലയിരുത്തലിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? അധ്യാപകർ നൽകുന്ന സഹായങ്ങളും ഫീഡ്ബാക്കുമാണ്. വിലയിരുത്തലിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ അധ്യാപകർ നൽകുന്ന സഹായങ്ങളും ഫീഡ്ബാക്കുമാണ്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് അല്ലെങ്കിൽ പഠനത്തിനായുള്ള വിലയിരുത്തലിൽ നടക്കുന്ന കാര്യം എന്താണ്? ക്ലാസ് മുറിയിൽ നടക്കുന്ന കാര്യമാണ്. പഠനം നടക്കുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിക്കായി നടത്തുന്ന വിവിധ ഇടപെടലുകളും വിലയിരുത്തലും ഫീഡ്ബാക്ക് നൽകലുമാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. ദൈനംദിന അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ നിരീക്ഷിക്കാൻ അധ്യാപകരെ അനുവദിക്കുന്ന ഒരു നിരന്തരമായിട്ടുള്ള വിലയിരുത്തൽ തന്നെയാണ് ഈ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് അല്ലെങ്കിൽ പഠനത്തിനായുള്ള വിലയിരുത്തൽ. അടുത്തത് വിലയിരുത്തൽ തന്നെ പഠനം അല്ലെങ്കിൽ അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. താൻ ചെയ്ത പ്രവർത്തനങ്ങളെ സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുമ്പോൾ ഒരു കുട്ടി തൻ്റെ തന്നെ കഴിവുകളും പരിമിതികളും തിരിച്ചറിയുന്ന പ്രക്രിയയാണ്. താൻ ചെയ്ത പ്രവർത്തനങ്ങളെ സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുമ്പോൾ ഒരു കുട്ടി തൻ്റെ തന്നെ കഴിവുകളും പരിമിതികളും തിരിച്ചറിയുന്ന പ്രക്രിയയാണ് വിലയിരുത്തൽ തന്നെ പഠനം. സ്വയം വിലയിരുത്തലിലൂടെ നടത്തുന്ന തിരുത്തൽ പ്രക്രിയ കൂടുതൽ എളുപ്പത്തിലുള്ള പഠനത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ സെൽഫ് അസസ്മെൻറ്റ് തന്നെയാണ് ഈ അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായും സ്വയം വിലയിരുത്തലാണ്. താൻ ചെയ്ത പ്രവർത്തനത്തിലൂടെ സ്വയം വിമർശനാത്മകമായി കടന്നു പോകുന്ന ഒരു പഠിതാവ് തൻ്റെ മികവുകളും പരിമിതികളും തിരിച്ചറിയുന്ന ഒരു പ്രക്രിയയാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് അല്ലെങ്കിൽ വിലയിരുത്തൽ തന്നെ പഠനം. അടുത്തത് പഠനത്തെ വിലയിരുത്തൽ. ഒരു നിശ്ചിത കാലയളവിന് ശേഷം കുട്ടിയുടെ പഠന നിലവാരം അളക്കുന്നതിനും പഠനബോധന പ്രക്രിയയിലൂടെ ഓരോ പഠിതാവിനും ഉണ്ടായ മാറ്റം, പഠന നിലവാരം എന്നിവ മനസ്സിലാക്കാനും സഹായിക്കുന്നതാണ് പഠനത്തെ വിലയിരുത്തൽ അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. എന്താണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ പഠനത്തെ വിലയിരുത്തൽ? ഒരു നിശ്ചിത കാലയളവിന് ശേഷം ഒരു നിശ്ചിത കാലയളവിന് ശേഷം കുട്ടിയുടെ പഠന നിലവാരം അളക്കുന്നതിനും പഠനബോധന പ്രക്രിയയിലൂടെ ഓരോ പഠിതാവിനും ഉണ്ടായ മാറ്റം, പഠന നിലവാരം എന്നിവ മനസ്സിലാക്കാനും സഹായിക്കുന്നതാണ് പഠനത്തെ വിലയിരുത്തൽ. പഠനത്തെ വിലയിരുത്തൽ പ്രക്രിയയ്ക്ക് ഉദാഹരണം ടേം വിലയിരുത്തൽ. ഇന്നത്തെ വിലയിരുത്തൽ പ്രക്രിയ അറിയപ്പെടുന്നത് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ, CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഇനി നമുക്ക് ടേം വിലയിരുത്തൽ എന്താണെന്ന് നോക്കാം. ടേം വിലയിരുത്തൽ ഓരോ വിഷയങ്ങൾക്കും ടേമിൽ പരിഗണിക്കപ്പെടുന്ന യൂണിറ്റുകളിലെ ഉള്ളടക്ക മേഖലകളെ അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലാണ് ടേം വിലയിരുത്തൽ. ഓരോ വിഷയങ്ങൾക്കും ടേമിൽ പരിഗണിക്കപ്പെടുന്ന യൂണിറ്റുകളിലെ ഉള്ളടക്ക മേഖലകളെ അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലാണ് ടേം വിലയിരുത്തൽ. പഠന നേട്ടങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന തരത്തിൽ ആശയങ്ങളും ശേഷികളും വിലയിരുത്തുന്നതിന് ഉതകുന്ന ചോദ്യങ്ങൾ തയ്യാറാക്കി നടത്തുന്നതാണ് ടേം വിലയിരുത്തൽ. ടേം വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പഠന നേട്ടങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നു,
അത്തരത്തിൽ ആശയങ്ങളും ശേഷികളും വിലയിരുത്തുന്നതിന് ഉതകുന്ന ചോദ്യങ്ങൾ തയ്യാറാക്കി നടത്തുന്നതാണ് ടേം വിലയിരുത്തൽ. ടേം വിലയിരുത്തലിൽ ചോദ്യപേപ്പർ തയ്യാറാക്കേണ്ടത് ഓരോ യൂണിറ്റ് ആശയമേഖലയ്ക്കും വിവിധ തലത്തിലുള്ള മാനസിക പ്രക്രിയകൾക്കും ശരിയായ വെയിറ്റേജ് നൽകിക്കൊണ്ട് വൈവിധ്യമാർന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി വേണം ചെയ്യാൻ. ചോദ്യങ്ങൾക്കനുയോജ്യമായ സൂചകങ്ങൾ വികസിപ്പിക്കുകയും അവ അടിസ്ഥാനമാക്കി വിലയിരുത്തൽ നിർവചിക്കുകയും ചെയ്യുന്നതാണ് ടേം വിലയിരുത്തൽ. ഓരോ ചോദ്യത്തിനും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സൂചകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പോയിന്റ് നൽകി പഠിതാവിൻ്റെ ഓവറോൾ ഗ്രേഡ് കണ്ടെത്തുന്നത് ടേം വിലയിരുത്തലിലൂടെയാണ്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ പരിമാണാത്മക വിലയിരുത്തൽ. കുട്ടികളുടെ സ്കോറുമായി ബന്ധപ്പെട്ട സ്കോറുകൾക്കും എണ്ണത്തിനും പ്രാധാന്യം കൊടുക്കുന്ന വിലയിരുത്തൽ രീതിയാണ് പരിമാണാത്മക വിലയിരുത്തൽ. കുട്ടികളുടെ സ്കോറുമായി ബന്ധപ്പെട്ട സ്കോറുകൾക്കും എണ്ണത്തിനും പ്രാധാന്യം കൊടുക്കുന്ന വിലയിരുത്തൽ രീതിയാണ് പരിമാണാത്മക വിലയിരുത്തൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെൻറ്റ്. ഉദാഹരണം സർവേ, ഇൻ്റർവ്യൂ, ചോദ്യാവലി. കുട്ടികളുടെ ശേഷികളെയും നൈപുണികളെയും ആഴത്തിൽ അളക്കാൻ സഹായിക്കുന്ന വിലയിരുത്തൽ രീതിയാണ് ഗുണാത്മക വിലയിരുത്തൽ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് അസസ്മെൻറ്റ്. എന്താണ് ഗുണാത്മക വിലയിരുത്തൽ? കുട്ടികളുടെ ശേഷികളെയും നൈപുണികളെയും ആഴത്തിൽ അളക്കാൻ സഹായിക്കുന്ന വിലയിരുത്തൽ രീതിയാണ് ഗുണാത്മക വിലയിരുത്തൽ. ഉദാഹരണം നിരീക്ഷണം, ഡോക്യുമെൻ്റ് പരിശോധനകൾ, പോർട്ട്ഫോളിയോ തുടങ്ങിയ വിലയിരുത്തൽ രീതികളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അടുത്തതായി നമുക്ക് പോർട്ട്ഫോളിയോ എന്താണെന്ന് നോക്കാം. പോർട്ട്ഫോളിയോ പഠന പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെടുന്ന കുട്ടിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി വിലയിരുത്തുന്നതാണ് പോർട്ട്ഫോളിയോ. പഠന പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെടുന്ന കുട്ടിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി വിലയിരുത്തുന്നതാണ് പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുന്ന പ്രധാന രേഖകൾ നോക്കാം. നോട്ട്ബുക്ക്, മറ്റു രചനകൾ, മറ്റു പഠന തെളിവുകൾ, അതായത് ചിത്രങ്ങൾ, രേഖകൾ തുടങ്ങിയവ. പഠന തെളിവുകൾ വിലയിരുത്തുന്നതിന് കുട്ടികൾ രൂപപ്പെടുത്തിയ സൂചകങ്ങൾ, സർഗാത്മക സൃഷ്ടികൾ, വർക്ക്ഷീറ്റുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോയുടെ ധർമ്മം എന്താണ്? പഠനത്തെ സംബന്ധിച്ച് കുട്ടിക്കും രക്ഷിതാവിനും അധ്യാപകനും ഫീഡ്ബാക്ക് നൽകുക എന്നുള്ളതാണ് പോർട്ട്ഫോളിയോയുടെ ധർമ്മം. പഠനത്തെ സംബന്ധിച്ച് കുട്ടിക്കും രക്ഷിതാവിനും അധ്യാപകനും ഫീഡ്ബാക്ക് നൽകുക എന്നുള്ളതാണ് പോർട്ട്ഫോളിയോയുടെ ധർമ്മം. പോർട്ട്ഫോളിയോ വിലയിരുത്തുന്ന സൂചകങ്ങൾ ഏതെല്ലാമാണ്? 1. ആശയവ്യക്തത, 2. ധാരണകളുടെ സ്വാംശീകരണം, 3. അനുയോജ്യമായ രൂപകൽപ്പന, 4. പൂർണ്ണത, 5. തനിമ. പോർട്ട്ഫോളിയോ വിലയിരുത്തുന്ന സൂചകങ്ങൾ: ആശയവ്യക്തത, ധാരണകളുടെ സ്വാംശീകരണം, അനുയോജ്യമായ രൂപകൽപ്പന, പൂർണ്ണത, തനിമ. ഇനി നമ്മൾക്ക് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരീക്ഷയായ പിസ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നോക്കാം. എന്താണ് പിസ? പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ് അസസ്മെൻറ്റ്, PISA. പിസ പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ് അസസ്മെൻറ്റ് 15 വയസ്സുവരെയുള്ള കുട്ടികളുടെ വിവിധ വിഷയങ്ങളിലുള്ള അറിവും കഴിവും വിലയിരുത്തുന്നതിനായുള്ള അന്താരാഷ്ട്ര മൂല്യനിർണ്ണയ പ്രോഗ്രാമാണ് പിസ ടെസ്റ്റ്. 15 വയസ്സുവരെയുള്ള കുട്ടികളുടെ വിവിധ വിഷയങ്ങളിലുള്ള അറിവും കഴിവും വിലയിരുത്തുന്നതിനുള്ള അന്താരാഷ്ട്ര മൂല്യനിർണ്ണയ പ്രോഗ്രാമാണ് പിസ ടെസ്റ്റ്. പിസ ടെസ്റ്റ് ആരംഭിച്ച വർഷം 2000. പിസ ടെസ്റ്റ് നടത്തുന്നതും 3 വർഷം കൂടുമ്പോഴാണ്. പിസ ടെസ്റ്റിലൂടെ കുട്ടിയുടെ കഴിവിനെ വിലയിരുത്തുന്നത് 3 വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. 1. വായന, 2. ഗണിതം, 3. ശാസ്ത്രം. വായന, ഗണിതം, ശാസ്ത്രം. വ്യാവസായിക രാജ്യങ്ങളുടെ അന്തർ സർക്കാർ സ്ഥാപനമായ OECD, ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലാണ് പിസ ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഇനി നമുക്ക് CCE എന്താണെന്ന് നോക്കാം. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം. മൂല്യനിർണ്ണയത്തിൻ്റെ ആധുനിക സങ്കല്പം നിരന്തരമായ ഒരു പ്രക്രിയയായി കണക്കാക്കുന്നത് നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയമാണ്. ആധുനിക വിദ്യാഭ്യാസം നിർദ്ദേശിക്കുന്നത് എഴുത്തു പരീക്ഷകൾക്ക് പുറമെ നിരീക്ഷണത്തിലൂടെ കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്തുക എന്നുള്ളതാണ്.
നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം നടത്തുന്നത് കുട്ടികളുടെ വിവിധ മേഖലകളിലുള്ള കഴിവ് പരിഗണിക്കുന്നതിന് വേണ്ടിയാണ്. കുട്ടിയുടെ പഠന പുരോഗതി നിർണ്ണയിക്കുന്നത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെയും ടേം ഇവാലുവേഷൻ്റെയും രേഖപ്പെടുത്തലാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ രീതിയിൽ സ്കൂൾ തലത്തിൽ ഉപയോഗിച്ചു വരുന്ന വിലയിരുത്തൽ രീതി നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ രീതിയിൽ സ്കൂൾ തലത്തിൽ ഉപയോഗിച്ചു വരുന്ന വിലയിരുത്തൽ രീതിയാണ് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ CCE. പഠന പ്രക്രിയയോടൊപ്പം നിർവഹിക്കുന്ന വിലയിരുത്തലാണ് നിരന്തര വിലയിരുത്തൽ. പഠന പ്രക്രിയയോടൊപ്പം നിർവഹിക്കുന്ന വിലയിരുത്തൽ ഏതാണ്? നിരന്തര വിലയിരുത്തൽ. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്